ജെറുസലേമിൻ നായകനെ വാഴ്ത്തുവിൻ, നിത്യമഹോന്നതനാഥനെ വാഴ്ത്തുവിൻ. ജെറുസലേമിൻ നായകനെ വാഴ്ത്തുവിൻ, നിത്യമഹോന്നതനാഥനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ പ്രിയജാതന് തപ്പുകൾ തമ്പുരു വീണകളാൽ കീർത്തനങ്ങൾ പാടി വാഴ്ത്തുവിൻ. ദൈവത്തിൻ പ്രിയജാതന് തപ്പുകൾ തമ്പുരു വീണകളാൽ കീർത്തനങ്ങൾ പാടി വാഴ്ത്തുവിൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗെരസയുടെ നാട്ടിൽ പിശാചു ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. വസ്ത്രം ധരിക്കാതെ ചങ്ങലകളും കാൽവിലഹങ്ങളുമായി ശവക്കലറിൽ കഴിഞ്ഞിരുന്ന അയാളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഈശോ അയാളുടെ നാട്ടിലെത്തി. അയാളെ കണ്ട നിമിഷം തന്നെ ഈശോ അയാളെ പിശാചിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്നു. കൂട്ടുകാരെ, മാതാപിതാക്കളും അധ്യാപകരും എത്ര ഉപദേശിച്ചിട്ടും നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില തഴക്കദോഷങ്ങളില്ലേ, ചില ദുശീലങ്ങൾ. നമുക്ക് ഈശോയുടെ അടുത്തേക്ക് ചെല്ലാം. എല്ലാ ബന്ധങ്ങളിൽ നിന്നും അവിടെ നമ്മെ മോചിപ്പിക്കും. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ, ഒരു പുതിയ സൃഷ്ടിയായി എന്നെ മാറ്റണമേ എന്ന സുഹൃജം 10 പ്രാവശ്യം ചൊല്ലി ഈശോയെ കാഴ്ചവെക്കാം. ഏവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ.